ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പാഠം 14 അവസാനിക്കും. അവസാനത്തെ ഭാഗമാണ് എക്സസൈസിൻ്റെ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അന്ത സഹബ്ത ഇലൽ മദ്രസത്തി, നീ മദ്രസയിലേക്ക് പോയി. സഹബ്ത എന്ന് പറഞ്ഞാൽ നീ പോയി. പിന്നെ അതിൻ്റെ മുന്നേ അന്താന്ന് എഴുതിയാലും കുഴപ്പമില്ല. അന്താന്ന് പറഞ്ഞാൽ നീ തന്നെ. അപ്പോൾ നീ പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അന്ത നീ, സഹബ്ത നീ പോയി, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അന്തും സഹബ്തും ഇലൽ മദ്രസത്തി, നിങ്ങളെല്ലാവരും പോയി മദ്രസയിലേക്ക്. അപ്പോൾ എന്താ, ബഹുവചനാക്കാണ്. ഓക്കെ, ഈ എക്സസൈസ് ഏകവചനം കൊടുത്തതിനെ ബഹുവചനാക്കാണ്. അപ്പോൾ അന്തൻ്റെ ബഹുവചനം അന്തും, സഹബ്താൻ്റെ ബഹുവചനം ദഹബ്തും. നീ പോയി, നിങ്ങളെല്ലാവരും പോയി. അന്ത നീ, അന്തും നിങ്ങളെല്ലാവരും, പുരുഷൻ. ഓക്കെ. അന്ത ഖറജ്ത മിനൽ ഫസ്ലി, നീ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു. ഖറജ്ത എന്ന് പറഞ്ഞാൽ നീ പുറപ്പെട്ടു. ഖറജ ഖറജ ഖറജു, ഖറജ്ത ഖറജ്തുമ ഖറജ്തും, ഖറജ്തി ഖറജ്തുമ ഖറജ്തുന്ന. ഓക്കെ, ഖറജ്തു ഖറജ്ന. അപ്പോൾ അതിനെ ബഹുവചനം എങ്ങനെ ആക്കാം? അന്തും ഖറജ്തും മിനൽ ഫസ്ലി, നിങ്ങളെല്ലാവരും പുരുഷന്മാർ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു. അന്ത ജലസ്ത ഫിൽ ഫസ്ലി, നീ ക്ലാസ് റൂമിൽ ഇരുന്നു. ജലസ ജലസ ജലസു, ജലസത് ജലസത ജലസ്ന, ജലസ്ത നീ ഇരുന്നു. ജലസ്തുമ ജലസ്തും, നിങ്ങളെല്ലാവരും ഇരുന്നു. ജലസ്തു ജലസ്തി ജലസ്തുമ ജലസ്തുന്ന, ജലസ്തു ഞാനിരുന്നു, ജലസ്ന ഞങ്ങളിരുന്നു. അപ്പോൾ എങ്ങനെ ബഹുവചനാക്കാം? അന്തും ജലസ്തും ഫിൽ ഫസ്ലി, നിങ്ങളെല്ലാവരും അഥവാ പുരുഷന്മാർ ക്ലാസ് റൂമിൽ ഇരുന്നു. ഐന ദഹബ്ത യ അഖി, നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലയോ സഹോദര? ഐന എവിടെ, എങ്ങോട്ട്. ദഹബ്ത നീ പോയി, അപ്പോൾ നീ എങ്ങോട്ട് പോയി. യ അഖി എൻ്റെ സഹോദര. അപ്പോൾ ഐന ദഹബ്തും യ ഇഖ്വാനി, എൻ്റെ സഹോദരന്മാരെ. അപ്പോൾ അഹുൻ്റെ ബഹുവചനം ഇഖ്വാനുൻ അല്ലെങ്കിൽ ഇഖ്വത്തുനും ബഹുവചനാണ്. അപ്പോൾ ഐന ദഹബ്തും, നിങ്ങളെല്ലാവരും എങ്ങോട്ട് പോയി അല്ലയോ സഹോദരന്മാരെ. യാ ഇഖ്വാനി. ലിമാദാ ഖറജ്ത മിനൽ ഫസ്ലി യാ വലദു, വലദ് എന്ന് പറഞ്ഞാൽ കുട്ടി, അല്ലയോ കുട്ടി, ആൺകുട്ടി. ക്ലാസ് റൂമിൽ നിന്ന്, മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന്, ഖറജ്ത നീ പുറപ്പെട്ടു. ലിമാസ എന്തിന്, എന്തുകൊണ്ട്. എന്തുകൊണ്ട് നീ ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ എങ്ങനെ ബഹുവചനാക്കാം? ലിമാദ ഖറജ്തും മിനൽ ഫസ്ലി യാ ഔലാദു, അല്ലയോ കുട്ടികളെ. വലതെന്താവും? ഔലാദ് കുട്ടികൾ. അല്ലയോ കുട്ടികളെ, ക്ലാസ് റൂമിൽ നിന്ന് ഖറജ്തും നിങ്ങളെല്ലാവരും എന്തിനാണ് പുറപ്പെട്ടത്. അപ്പോൾ അത് ബഹുവചനാക്കലാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ പാഠം 14 പഠിച്ച പുതിയ പദങ്ങൾ. അൽ കലിമാത്തുൽ ജദീദത്തു. അൽ ഹഫീദു, എന്താ അൽ ഹഫീദു? ഇബ്നുൽ ഇബ്നി, മകൻ്റെ മകൻ. ഓക്കെ, പേരക്കുട്ടി. അല്ലെങ്കിൽ ഔ ഇബ്നുൽ ബിൻതി, മകൻ്റെ മകൾക്കും അങ്ങനെ തന്നെ പറയാം. അൽ ഹഫീദു പേരക്കുട്ടി. അപ്പോൾ അതിൻ്റെ ജമ്മ് എന്താ? ജാ എന്ന് പറഞ്ഞാൽ ജമ്മ്, ബഹുവചനം. ഹഫദത്തുൻ പേരക്കുട്ടികൾ, ഹഫദത്തുൻ പേരക്കുട്ടികൾ. അപ്പോൾ അൽ ഹഫീദു പേരക്കുട്ടി, ഹഫദത്തുൻ പേരക്കുട്ടികൾ. അൽ കുല്ലിയത്തു കോളേജ്, അതിൻ്റെ ജമ്മ് എന്താ? ബഹുവചനം. കുല്ലിയാത്തുൻ കോളേജുകൾ. പിന്നെ കുല്ലിയത്തു ഷരീഅത്ത്, ഷരീഅത്ത് എന്ന് പറഞ്ഞാൽ ലോ, നിയമ കോളേജ്, ലോ കോളേജ്. കുല്ലിയത്തു തിജാറത്തി, തിജാറത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം.
ഇപ്പോൾ കച്ചവടം പഠിക്കുന്ന കോളേജ് കോമേഴ്സ്. അലഹു സഹോദരൻ, അതിൻ്റെ ജമ്മെന്താ? 2 ജമ്മുണ്ട്, ബഹുവചനം, 2 ബഹുവചനമുണ്ട്. 2 രീതിയിൽ പറയാം. ഒന്നുകിൽ ഇഹ്വത്ത് എന്ന് പറയാം, വ ഇഹ്വാനുൻ, അല്ലെങ്കിൽ ഇഹ്വാൻ എന്ന് പറയാം. അപ്പോൾ ഇഹ്വത്തുനും ഇഹ്വാനും, ഇഹ്വത്തുൻ വ ഇഹ്വാനും, ഇഹ്വത്തുന്നും പറയാം ഇഹ്വാനെന്നും പറയാം. അഹുൻ്റെ ബഹുവചനം സഹോദരൻ, സഹോദരന്മാർ. അഹ്ലൻ വസഹലൻ വ മർഹബൻ, ഒരാൾ വീട്ടിലേക്ക് വരുമ്പം പറയുന്ന ഇതാണ്, ഇത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അഹ്ലൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എളുപ്പമായി, അഹ്ലൻ എന്ന് പറഞ്ഞാൽ കുടുംബം, അഹ്ലൻ കുടുംബം, കുടുംബം എന്നാണ് അഹ്ലൻ എന്ന് പറയാം. വ സഹലൻ എന്ന് പറഞ്ഞാൽ എളുപ്പമായി, സഹലൻ നമ്മൾ പഠിച്ചതാണ്, എളുപ്പമായി. വ മർഹബൻ സ്വാഗതം, മർഹബൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം, വെൽക്കം. അപ്പോൾ ഈ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിന് എളുപ്പവും സ്വാഗതവുമാണ് എന്ന് പറയാം. ആ ഒരു പദപ്രയോഗമാണ്, വെൽക്കം ചെയ്യാൻ, സ്വാഗതം ചെയ്യാൻ. അഹ്ലൻ വ സഹലൻ വ മർഹബൻ. അഹ്ലൻ കുടുംബം, സഹലൻ എളുപ്പം, മർഹബൻ സ്വാഗതം. നസ്രാനിയുൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി, നസ്രാനിയുൻ എന്ന് പറഞ്ഞാൽ നസ്രാനിയുൻ ക്രിസ്ത്യാനി. അതിൻ്റെ ജമ്മെന്താ? ബഹുവചനം, അവിടെ ജീമിട്ട ജമ്മെന്നർത്ഥം, ബഹുവചനം. നസാറ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ, ക്രൈസ്തവർ, നസാറ ബഹുവചനം. പിന്നെ കുല്ലിയത്തു തിബ്ബി, തിബ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മരുന്ന്. അപ്പോൾ കുല്ലിയത്തു തിബി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ്. കുല്ലിയത്തുൽ ഹന്തസത്തി എഞ്ചിനീയറിംഗ് കോളേജ്, ഹന്തസത്ത് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ കുല്ലിയത്തുൽ ഹന്തസത്തി എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്. അദ്ദുസ്തൂറു ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, അദ്ദുസ്തൂറു. അൽ യൂനാനു, അൽ യൂനാനു സ്ഥലത്തിൻ്റെ പേരാണ്, ഗ്രീസ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ പാഠം 14 ഇവിടെ അവസാനിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.